ടീം ഇന്ത്യയുടെ 15-അംഗ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിനെ കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ. ടീമിലെ സ്പിന്നർമാരുടെ അതിപ്രസരമാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. 5 സ്പിന്നർമാരെയാണ് ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ ടീമിനെക്കുറിച്ച് വിശകലനം ചെയ്യവെയാണ് ഇത്രയുമധികം സ്പിന്നർമാരെ ടീമിലെടുക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തത്. ഓൾറൗണ്ടർമാരായ രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരോടൊപ്പം സ്പെഷ്യലിസ്റ്റുകളായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരും സ്പിന്നർമാരായി ഇന്ത്യൻ നിരയിലുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച പ്രാഥമിക സ്ക്വാഡിൽ വരുൺ ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ അന്തിമ ടീമിൽ ഇന്ത്യ മാറ്റം വരുത്തി. ഓപ്പണർ യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കിയ ഇന്ത്യ പകരം വരുണിനെ ടീമിലെടുക്കുകയായിരുന്നു. ദുബായിലേക്ക് ഇത്രയുമധികം സ്പിന്നർമാരുമായി നമ്മൾ പോകുന്നത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല. 5 സ്പിന്നർമാരെ ടീമിലെടുത്ത നമ്മൾ യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കുകയും ചെയ്തു. ഒരു പര്യടനത്തിനു വേണ്ടി 3 മുതൽ 4 വരെ സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ ദുബായിലേക്ക് നമുക്കൊരു 5ാമത്തെ സ്പിന്നറെ ആവശ്യമുണ്ടോ? ഇത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമായില്ലെന്നും അശ്വിൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഇത്രയും സ്പിന്നർമാരുള്ളപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കുമെന്നും ആർ അശ്വിൻ ചോദിക്കുന്നു. ഒരു സ്പിന്നർ 11-ൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. 2 പേരെന്നത് ഒരുപാട് കൂടുതലാവും. ഹാർദിക് പാണ്ഡ്യയോടൊപ്പം 2 ഇടംകൈയ്യൻ സ്പിന്നർമാരാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാർ. അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഉറപ്പായും കളിക്കുക തന്നെ ചെയ്യും. ഇവർക്കൊപ്പം ഹാർദിക്കും കളിക്കും. കൂടാതെ കുൽദീപ് യാദവും ഇന്ത്യൻ 11-ലുണ്ടാവും. വരുൺ ചക്രവർത്തിയെ കൂടി നിങ്ങൾക്ക് കളിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ഒരു പേസറെ 11-ൽ നിന്നും പുറത്തിരുത്തേണ്ടി വരും. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ നിന്നും കുൽദീപ് യാദവിനെ മാറ്റി നിർത്തുകയെന്നത് അസാധ്യമായിരിക്കുമെന്നും ആർ അശ്വിൻ വിലയിരുത്തുന്നു. കുൽദീപ് ടീമിലേക്ക് നേരിട്ട് തന്നെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ടീമിൽ ഇടമുണ്ടാക്കാൻ നോക്കുന്നത് എന്നും അശ്വിൻ ചോദിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫി ടീമിനെക്കുറിച്ച് തനിക്ക് അല്പം അസ്വസ്ഥത തോന്നുന്നതായും അശ്വിൻ വെളിപ്പെടുത്തി.